സിനിജി, ഈ ഭീകരനെ ഇനി പിടിച്ചാലും $1 കോടി അമേരിക്ക നൽകില്ല. ഇതിനു മുൻപേ അമേരിക്ക അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഈ ഭീകരന്റെ തലയ്ക്ക് $1 കോടി അമേരിക്ക ഇട്ടിരുന്നത്. ഇപ്പൊ എന്താണ് പെട്ടെന്ന് ഒരു പിന്മാറ്റത്തിന് കാരണം? അബു മുഹമ്മദ് അൽ ജൊലാനി എന്നാണ് ഈ ഭീകരൻ്റെ പേര്. അൽ ഖ്വയ്ദയുമായിട്ടടക്കം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇയാൾ വലിയ ഭീകരനാണെന്നും ഇയാളെ പിടിച്ചാൽ ഇയാളുടെ തലയ്ക്ക് ഏതാണ്ട് $10 മില്യൺ വിലയിട്ടിട്ടെന്നും അമേരിക്ക പറഞ്ഞു. മാത്രമല്ല ഈ UK അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇയാളെ ഭീകരനായി കണ്ടിരുന്നു. പക്ഷേ ഇയാൾ പിന്നീട് ഇറാഖിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ തലയ്ക്ക് വിലയൊക്കെ ഇട്ടത്. ഇയാൾ അവിടെ നിന്ന് മാറി സിറിയയിലേക്ക് എത്തി. അവിടെ HTS എന്ന് പറഞ്ഞ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അത് ഒരു ചെറിയ മിലിഷ്യയാണ്, അവർ രൂപീകരിക്കുന്നു. കഴിഞ്ഞ 10-11 വർഷമായിട്ട് സിറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോഴൊക്കെയും ഇയാളുടെ തലയ്ക്ക് ഈ വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സിറിയൻ ഭരണകൂടത്തിൻ്റെ തലവനായ ബാഷർ അൽ അസാദിനെ അട്ടിമറിച്ച HTSൻ്റെ തലവനാണ് ഈ പറയുന്ന അബു മുഹമ്മദ് അൽ ജൊലാനി. അപ്പം അബു മുഹമ്മദ് അൽ ജൊലാനി ചെയ്തത് ഈ സിറിയയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏതാണ്ടൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി അസദ് ഭരണകൂടത്തിൻ്റെ 50 വർഷം നീണ്ട ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് ഒരു പുണ്യപുരുഷനായി മാറിയ രീതിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ബാക്കിയുള്ള മേഖലകളിലെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ എന്താ പറയുന്നത്, സിറിയയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ചേരാനായിട്ട് ജൊലാനി പോവുകയാണ്. അതുകൊണ്ട് ഇനി തന്നെ ജൊലാനി എന്നൊന്നും വിളിക്കേണ്ട, താൻ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോഴാണ് അങ്ങനെ പേരൊക്കെ മാറിയത്. തനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന പേര് അഹമ്മദ് അൽ ഷറ എന്നായിരുന്നു. ഇനി മുതൽ തന്നെ അഹമ്മദ് അൽ ഷറ എന്ന് വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം വെക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലെ നയതന്ത്ര പ്രതിനിധികൾ ഈ സിറിയയിലെ ഭരണകൂട അട്ടിമറിക്ക് ശേഷം ഇതാദ്യമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സിറിയയുടെ തലസ്ഥാനത്തെത്തി, അതായത് ഡമാസ്കസിലെത്തി. എന്നിട്ട് HTSൻ്റെ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഷറായുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, അദ്ദേഹം എന്ത് നീക്കമാണ് നടത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഈ നയതന്ത്ര സംഘത്തോട് വെളിപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നിനെയും തന്നെയോ ഇനി സിറിയയിലെ തീവ്രവാദ സംഘടനകൾ ആക്രമിക്കില്ല എന്ന് അഹമ്മദ് അൽ ഷറ ഇവർക്ക് ഉറപ്പ് നൽകി. അങ്ങനെയാണ് അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന പൂർവ്വനാമത്തിലുള്ള ഈ അഹമ്മദ് അൽ ജൊലാനി എന്ന് പറയുന്ന അബു മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറയുന്ന തീവ്രവാദിയുടെ തലയ്ക്ക് കൽപ്പിച്ചിരുന്ന 10 കോടി എന്ന് പറയുന്ന ഇനാം അത് അമേരിക്ക പിൻവലിച്ചു. ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇമാം പ്രഖ്യാപിച്ചിട്ട് ആ ഇനാം എന്തായിരുന്നു പിൻവലിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇനി ഇങ്ങനൊരു ഭീകരനെ പിടിച്ചു കൊടുത്താലും പൈസ നൽകില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ സിറിയയിലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നു. ഇതിൻ്റെ കാര്യം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും സിറിയയിൽ നിന്ന് ആക്രമിക്കില്ല. ഇതിനു വേണ്ടിയിട്ട് നിയർ ഈസ്റ്റേൺ അഫയേഴ്സ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായ ബാർബറ ലീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ HTS പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങളെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും, അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കും, രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ 10-12 വർഷമായി ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, ആഭ്യന്തര കലാപങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ച് ലോകം അംഗീകരിക്കുന്ന ഒരു രാജ്യമായി സിറിയയെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് HTSൻ്റെ നിലപാട്. അപ്പോഴാണ് അമേരിക്കൻ ജേർണലിസ്റ്റായ ഒരു ഓസ്റ്റിൻ ടൈസ് ഉണ്ട്, അതുപോലെ തന്നെ മജ്ദ് മൽക്കാസ് എന്ന് പറയുന്നുണ്ട്. ഇവരെ 2 പേര് ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് കാണാതായി, സിറിയയിൽ നിന്ന്. അപ്പോൾ ഈ ജേർണലിസ്റ്റിനെ കാണാതായതിനെ തുടർന്ന് അമേരിക്ക ഇയാളെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്തി. അപ്പം ജോ ബൈഡൻ ആ സർക്കാർ ഈ അന്വേഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേ നിലപാട് തന്നെ വീണ്ടും ഞങ്ങൾ തുടരുമെന്ന് ഈ പ്രതിനിധി സംഘം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വന്നാലും ഇതിൽ നിന്ന് പിന്മാറില്ല. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ ടൈസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തി. അന്ന് ഈ ഡമാസ്കസിലേക്ക് പോയ ഈ പ്രത്യേക പ്രസിഡന്റിൻ്റെ ദൂതനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റോജർ കാർസ്റ്റൻസ് ആണ്. ഈ റോജർ കാർസ്റ്റൻസും ഇപ്പം ഡമാസ്കസിലേക്ക് പോയ US സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, പണ്ട് ഞങ്ങൾ ഈ മേഖലകളിലൊക്കെ കൃത്യമായ അന്വേഷണം നടത്തുകയും ആ രീതിയിൽ അമേരിക്ക കൃത്യമായ പ്ലാൻ നടത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ FBI ഇനിയും ഇവിടെ അന്വേഷണമായിട്ടൊക്കെ വരും. അപ്പോൾ ഇവർ പറയുന്നത്, HTS പറയുന്നത്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷ വിഭാഗങ്ങളൊന്നും നിലപാടില്ല. അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും എന്തൊക്കെ തലത്തിലുള്ള മെച്ചപ്പെട്ട സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നു അതെല്ലാം തന്നെ ഈ രാജ്യത്ത് നടത്തും. സ്ത്രീകൾക്കായിട്ട് പ്രത്യേക മത നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ക്രൂരമായ മത നിയമങ്ങൾ അനുവർത്തിക്കുന്ന ഒരു രാജ്യമായി സിറിയ ഒരിക്കലും മാറില്ല. കാരണം സിറിയ പല കഷ്ടങ്ങളായി വേർതിരിഞ്ഞ് ചാടിപ്പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ കുർദുകൾ ഭരിക്കുന്ന 30% സ്ഥലമുണ്ട്, അവിടേക്ക് ആരെയും അടുപ്പിക്കില്ല, അവർക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഇപ്പുറത്ത്
തുർക്കി നോട്ടമിട്ട കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയും ആരെയും അടുപ്പിക്കില്ല. അപ്പോൾ ബാക്കിയുള്ള ഈ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള തലസ്ഥാന മേഖലയാണ് ഇപ്പോൾ ഈ HTSൻ്റെ കയ്യിലുള്ളത്. അവിടേക്കാണ് അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന പുതിയ ഭരണാധികാരി വരുന്നത്. അദ്ദേഹം തൻ്റെ രാജ്യത്തെ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. അപ്പോൾ ഡമാസ്കസിൽ വെച്ച് ഈ പ്രതിനിധി സംഘവും HTS നടത്തിയുള്ള ചർച്ചയുടെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരാവശ്യം എന്ന് പറയുന്നത് ഈ HTSനെ പണ്ടേ തന്നെ US-ഉം മറ്റ് UK-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ഇയാൾക്കുള്ള ഈ $10 മില്യൺ തലയ്ക്ക് വില പറഞ്ഞിരുന്നല്ലോ, അത് പിൻവലിച്ചതോടുകൂടി HTS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ഭീകര സംഘടന എന്ന പദവി നൽകിയിരുന്നു. അതിൽ നിന്നും ഒഴിവാക്കും. അപ്പോൾ HTS ഭീകര സംഘടനയൊന്നുമല്ല, അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മതസംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കും. അപ്പോൾ HTS-ഉം ഇനി തീവ്രവാദ സംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇല്ലാതെയാകും. അതിന് തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ്. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരത്തിലെത്തുന്നതോടുകൂടി ഇക്കാര്യത്തിലും അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റൊരു രാജ്യങ്ങൾക്കും ഭീഷണിയാകുന്ന രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള മിലിഷ്യകളോ വളർന്നു വരാൻ ഇനി HTS ഭരണകൂടം ഒരു കാരണവശാലും സിറിയയിൽ അനുവദിക്കില്ല. മാത്രമല്ല റഷ്യയും അതുപോലെ തന്നെ ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെ ഒന്നും ഞങ്ങൾ ഇനി പിന്തുണയ്ക്കില്ലെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ 5 പതിറ്റാണ്ട് നീണ്ട അസദ് ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിന് ശേഷം ഈ രാജ്യം ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായി പുറത്തേക്ക് പോകുന്നു. മാത്രമല്ല ഈ റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് പല ആളുകളും ഇവിടുന്ന് രാജ്യം വിട്ടുപോയി. തുർക്കിയിലേക്ക് അടക്കം പോയിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 50,000-60,000 അഭയാർത്ഥികൾ ഈ രാജ്യത്തേക്ക് വരുന്നു. അപ്പോൾ ഈ മുഴുവൻ അഭയാർത്ഥികളെയും സിറിയയിൽ താമസിപ്പിച്ചുകൊള്ളാമെന്നും അവർക്കുള്ള എല്ലാ സൗകര്യവും നിലനിർത്തുമെന്നും അവർക്കിടയിൽ വേർതിരിവോ വേറുകൃത്യമോ ഒന്നും ഉണ്ടാകില്ലെന്നും ഈ ഷറ എന്ന് പറയുന്ന പുതിയ ഭരണത്തലവൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ദമാസ്കസിലേക്ക് എത്തിയ US നയതന്ത്ര സംഘത്തിന് മുന്നിൽ HTS സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. മാത്രമല്ല US-ൻ്റെ പിന്തുണ പുതിയ ഭരണകൂടത്തിനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഷറയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇനി കൃത്യം ആശയവിനിമയത്തോടെ കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇവർക്ക് വേണ്ടത് എപ്പോഴും അമേരിക്കയുടെ പിന്തുണയാണ്. അപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് സിറിയയിൽ ഇനി ഉള്ള ഭരണകൂടത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. പുതിയ ഗ്രൂപ്പുകൾ ഉയർന്നു വരാൻ ഞങ്ങൾ സഹായിക്കുകയുമില്ല. അപ്പോൾ റഷ്യയും ഇറാനും ചേർന്നാണ് ഇത്രയും ഞങ്ങളുടെ രാജ്യത്തെ ചവിട്ടി മെതിച്ചത്. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഈ പറയുന്ന അബു മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറയുന്ന പുതിയ അഹമ്മദ് അൽ ഷറ എന്ന പേര് സ്വീകരിച്ച ആൾ പറയുകയാണ്. അങ്ങനെ അയാൾക്ക് മേൽ അമേരിക്ക പ്രഖ്യാപിച്ച $1 കോടി ഈ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചില്ല, അതങ്ങ് പിൻവലിക്കുന്നു. ഒപ്പം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടനയെ ഭീകരവാദി സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സിറിയയിലെ ജനങ്ങൾ ആശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇറാനിലെ പോലുള്ള ഈ സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതെ, ഇറാനിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നില്ലേ? സ്ത്രീകൾക്കെതിരെയായിട്ട് ഇസ്രായേൽ അവിടുത്തെ ഇറാൻ അല്ല ഇസ്രായേൽ പറയുന്നത് ഈ മത നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ സ്വതന്ത്രരാക്കും, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മത നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ തീവ്രവാദികളുടെ ഒരു രാജ്യമായല്ലേ സിറിയ എപ്പോഴും അറിയപ്പെടുന്നത്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യം, കാരണം ഈ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോ തീവ്രവാദിയുടെ കയ്യിലാണ് ഒരു രാജ്യം കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിൽ തീവ്രവാദത്തിന്റെ ഈ ഒരു ചിന്തകളുള്ള ഒരാൾക്ക് ഒരു രാജ്യം ഭരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരില്ലേ? അത് തന്നെ വളരെ കറക്റ്റാണ്. കാരണം ഇയാൾ ആക്ച്വലി അൽഖ്വയ്ദ പോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഇയാൾ തീവ്രവാദി തലവൻ എന്ന് തന്നെ പറയാമായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്ക് $10 മില്യൺ അമേരിക്ക വിലയിട്ടത്. പക്ഷേ ഇയാൾ പറയുകയാണ് ഞാൻ ആ തീവ്രവാദി നിലപാടിൽ നിന്ന് മാറി, ഇനി ഒരു രാജ്യത്തെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ വരുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ദുഷ്ചിന്തകളെല്ലാം മാറുകയും സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലമറയ്ക്കാതെ പുറത്തിറങ്ങും, അല്ലെങ്കിൽ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ സ്ത്രീകൾ പാടില്ല, ഇത്തരത്തിലുള്ള നിലപാടൊന്നും സ്വീകരിക്കില്ല. മാത്രവുമല്ല ന്യൂനപക്ഷങ്ങളൊന്നും ഭൂരിപക്ഷമൊന്നും ഇപ്പോൾ ഷിയ സുന്നി പ്രശ്നമാണല്ലോ അവിടുത്തെ. അപ്പോൾ അങ്ങനെയുള്ള വേർതിരിവൊന്നും ഞാൻ ഉണ്ടാകില്ല. അസദ് ഭരണത്തിൽ അതൃപ്തരായ ആളുകൾക്ക് ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താം. അപ്പോൾ അമേരിക്ക ഇയാളുടെ തലയ്ക്ക് ഏതാണ്ട് പ്രഖ്യാപിച്ച ഈ വില പിൻവലിച്ചതോടുകൂടി ആ സിറിയൻ ഭരണകൂടം രക്ഷപ്പെടുമെന്ന് നമുക്ക് കരുതാം. ഒപ്പം HTS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും തീവ്രവാദ പട്ടികയിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ ഒരു നല്ല ഭരണകൂടമായിട്ട് സിറിയൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.